തിരുനാവായ പ്രദേശത്ത് മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ പിടിമുറുക്കുകയാണ്. ആളൊഴിഞ്ഞ വീടുകൾ, കെട്ടിടങ്ങൾ, സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാണ് സംഘം തമ്പടിക്കുന്നത്. തിരുനാവായയിൽ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാത്ത വിധം മദ്യം, മയക്കുമരുന്ന് എന്നിവ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആളൊഴിഞ്ഞ വീടുകൾ, വാടക കെട്ടിടങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് ഒറ്റയായും കൂട്ടമായുമാണ് ലഹരി ഉപയോഗം. തിരുനാവായയിൽ മദ്യവിൽപ്പന സജീവമാണ്. കൊടക്കല്ല് മുതൽ തിരുനാവായ നമ്മളെ എടക്കള റോഡ് വരെ മദ്യം സുലഭമായിട്ടാണ് വാഹനങ്ങളിലൊക്കെ കൊടുത്തിട്ട് സെയിൽ ചെയ്യുന്നത്. ഇവിടെ വൈകുന്നേരമായി കഴിഞ്ഞാൽ ആളുകൾ പണിക്ക് പോയി വന്ന് ഈ കനാലിൻ്റെ ആളുകൾ പോണ വഴികളിൽ നിന്ന് വെള്ളമടിക്കുക, മദ്യപിക്കുക. നിരവധി തവണ നമ്മളിത് കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് പല ആളുകളോടും. അപ്പോഴൊന്നും യാതൊരു മെയിൻറ്റെയിൻ ചെയ്യാതെ കുറച്ച് ദിവസം അത് മാറ്റി നിർത്തിയിട്ട് പിന്നിപ്പോൾ സജീവമായിട്ട് ഇപ്പോൾ ഇന്നലെ ഞാൻ ഇതേപോലെ കനാലിലൂടെ വഴിയിൽ പോകുമ്പോൾ കനാലിൻ്റെ അവിടെ ഇരുന്നിട്ട് വഴിയിൽ പബ്ലിസിറ്റി ആയിട്ട് വെള്ളമടിക്കുന്നത്. എൻ്റെ വണ്ടിയിൽ ഒരാളുണ്ടായതുകൊണ്ട് ഞാൻ അവരോട് നിർത്തി സംസാരിക്കാൻ കഴിയാതായി. ഇവിടെ ഇത് ഈ ആളൊഴിഞ്ഞ വാടക റൂം, കോട്ടേഴ്സുകളിലും ബിൽഡിങ്ങിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് ഫുള്ള് മദ്യമാണ്. എക്സൈസ് വകുപ്പൊന്നും വന്നത് നോക്കുന്നത് പോലും ഇല്ല. ഈ ഏരിയകളിൽ നല്ല സജീവമായിട്ട് മദ്യവിൽപ്പന നടക്കുന്നുണ്ട്. ബീവറേജ് ഔട്ട്ലെറ്റിനേക്കാൾ സുലഭമായി മദ്യം ലഭിക്കുന്ന സഞ്ചരിക്കുന്ന ബൈക്കിലെ മദ്യവിൽപ്പനയും തിരുനാവായയിലെ പല ഭാഗങ്ങളിലും സജീവമാണ്. തിരുനാവായ പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും മയക്കുമരുന്ന് മദ്യ മാഫിയകളുടെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ പഞ്ചായത്തിൽ പല ഭാഗത്ത് സ്കൂളുകൾ, കോളേജുകൾ പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. യുവതലമുറയെ തിരിക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ മയക്കുമരുന്ന് ലോബികളാക്കാൻ വേണ്ടി ഒരു കൂട്ടം മയക്കുമരുന്ന് മാഫിയകൾ തിരുനാവായ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ, ആളൊഴിഞ്ഞ പ്രദേശം എന്ന് പറയുന്നത് ആളൊഴിഞ്ഞ വീടുകൾ, അതിൻ്റെ വാടക കെട്ടിടങ്ങൾ, അതുപോലെ നമ്മുടെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങൾ, ഇതിൻ്റെ ഉള്ളിലൊക്കെ രാത്രി സമയത്ത് നമ്മുടെ നാട്ടിലല്ലാത്ത വാഹനങ്ങൾ, നമ്മുടെ നാട്ടിലല്ലാത്ത ആളുകൾ വരുന്നതായിട്ട് പല ആളുകളും ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ പറ്റില്ല. നാട്ടുകാരും ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരെല്ലാം ഒന്നിച്ച് ഇതിനെതിരെ ശക്തമായിട്ട് മുന്നോട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ തലമുറയെ നശിപ്പിക്കാൻ ഇറങ്ങിയിട്ടുള്ള ഒരുതരം ലോബികളുണ്ട്. അവരെ ഇല്ലായ്മ ചെയ്യാൻ നമ്മളെല്ലാവരും ഒന്നിക്കണം. നിരന്തരമായിട്ട് നാട്ടുകാർ ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ് തിരുനാവായയിൽ ഔട്ട് പോസ്റ്റ് എന്നുള്ളത്. തിരുനാവായയിൽ പോലീസ് ഔട്ട് പോസ്റ്റ് കൊണ്ടുവരാൻ നമ്മൾ DYSP അടക്കമുള്ളവർ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ MLA, ജനപ്രതിനിധികൾ, പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ മുൻകൈ എടുത്ത് തിരുനാവായയിൽ പോലീസ് ഔട്ട് പോസ്റ്റ് കൊണ്ടുവന്നാൽ പുറത്തുനിന്ന് വരുന്ന രാത്രി സമയങ്ങളിൽ നമ്മുടെ നാട്ടിലില്ലാത്ത ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാൻ പോലീസ് ഉണ്ടാകുമ്പോൾ അതിനൊരു പേടിയുണ്ടാവും. കാരണം നമ്മളെ നാടിനെ സംരക്ഷിക്കേണ്ട ചുമതല നാട്ടുകാർക്കാണ്, നമ്മളെ ജനപ്രതിനിധികൾക്കാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ പുതിയ തലമുറ ഒരു മയക്കുമരുന്ന് ലോബികൾക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ നമ്മളെല്ലാവരും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അതിൽ നമ്മുടെ ജനപ്രതിനിധികളും പഞ്ചായത്തും പോലീസും ശക്തമായിട്ട് ഇടപെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഗൗരവമേറിയ ഒരു ബുദ്ധിമുട്ടിലേക്കാണ് നമ്മൾ പോണത്. നമ്മൾ ഭാവി തലമുറയെ സംരക്ഷിക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിൽ നിന്നും നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ കഴിയുള്ളൂ. റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിൽ കഞ്ചാവ് മാഫിയകളും പിടിമുറുക്കി കഴിഞ്ഞു. കൊടക്കൽ, ബീരാഞ്ചിറ ഭാഗങ്ങളിലും മയക്കുമരുന്ന് കച്ചവടക്കാരുടെ ശല്യം കൂടി വരുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഭയം കാരണം പോലീസിൽ വിവരമറിയിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ. അതേസമയം തിരുനാവായയിൽ പോലീസ് ഔട്ട് പോസ്റ്റ് വേണമെന്ന് വർഷങ്ങളായി നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ വരെ നിവേദനം നൽകി. പക്ഷേ പരിഹാരം മാത്രം എങ്ങും എത്തിയില്ല.